ബേസിക്കായിട്ട് പറഞ്ഞു മഹായോഗത്തിന്റെ ഫലമായിട്ട് ശ്രീകലാക്ഷം ചെയ്യാൻ പറഞ്ഞിട്ടുള്ള ഐശ്വര്യം ഉണ്ടാവും. മഹായോഗത്തിന്റെ ശ്രീകലാശം സാമ്പത്തികമായിട്ടുള്ള ഉയർച്ച ഉണ്ടാവും. ഐശ്വര്യദേവത ശ്രീകലാക്ഷം സ്ത്രീ സ്ത്രീയാണ്. ശ്രീകലാക്ഷ എന്ന് പറയുന്ന ഐശ്വര്യദേവത കടാക്ഷത്തിൽ മനോഹരമായിട്ടുള്ള ആലയാഭരണങ്ങളുടെ ധാരണയും അധികാരികളുടെ സ്നേഹം കേന്ദ്രാധിപന്മാരും തിരുവോണാധിപന്മാരും പരസ്പരവർത്തനങ്ങളും ചെയ്യുന്ന നല്ലതാണ്. ആറത്തെ പന്ത്രണ്ട് ആൾക്കാർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്നതിന് വലിയ രാജ്യമാണ്. അപ്പൊ ഞാൻ ആ വീഡിയോ പറഞ്ഞത് എന്നാലും ഈ വീഡിയോ താഴെ അത് 15-ാം ഭാവാദിന ഘട്ടത്തിലാണ് 4-5 പ്രയോഗം ഉണ്ടാവോ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പൊ ഞാൻ പരിവർത്തന യോഗത്തെ പറ്റി കുറച്ച് വിശാലമായി ചോദ്യം പറഞ്ഞ് വരാതിരിക്കുന്ന വിശദമായിട്ട് ചെയ്യാം. അങ്ങനെ ഭഗവീതിക എന്ന് പറയുന്ന യോഗത്തിൽ അതിന്റെ 66 ശ്ലോകങ്ങളുടെ പരിവർത്തനയോടെ വ്യത്യസ്തമായിട്ടുള്ള പരിവർത്തനയോടെ അത് 28 മഹായോഗമാണ്. അതിനുശേഷം വരുന്ന സ്വതയോഗത്തെ ധന്യയോഗമാണ്, ഗുരുദേവയോഗമാണ്. അതിനുശേഷം വരുന്ന വ്യക്തിയോഗത്തെ വ്യക്തമാക്കാൻ കലയോഗമാണ് പറയുന്നത്, മനസ്സിലാവുന്നത്. അപ്പോൾ ധൈര്യ കലയോഗങ്ങളെ പറ്റിയിട്ടാണ് ഇന്നത്തെ ക്ലാസ്. അപ്പം അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ് സ്വാഗതം. ഈ യോഗങ്ങളെ ചില ശ്ലോകങ്ങൾ അത് പഠിക്കുക. മലയാളത്തിൽ ഇംഗ്ലീഷിലും ഒക്കെ ഉണ്ട്. അവർക്ക് ഓൺലൈൻ അവൈലബിൾ ആണ്. ഉള്ളത് PDF ഫോർമാറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഓൺലൈനിൽ അത് വാങ്ങണം. പിന്നെ അസോറിൽ കിട്ടും. ബുക്ക് വേണമെങ്കിൽ വാങ്ങിച്ച ശേഷം നല്ല ഗ്രന്ഥമാണ്. കേരളത്തിൽ 4 വ്യാഖ്യാനങ്ങൾ കൊള്ളാം. പഠിക്കുക. 66 യോഗങ്ങളിൽ ആദ്യത്തെ 28 ഒന്നാമത്തേത് ലഗ്നാധിപൻ 2-ാം ഭാവത്തിലും 2-ാം ഭാവാദിനും ലഗ്നത്തിലും ലഗ്നാധിപൻ 2-ാം ഭാവത്തിലും 2-ാം ഭാവാദിനും ലഗ്നത്തിലും. 2 ലഗ്നാധിപൻ 4-ാം ഭാവത്തിലും 4-ാം ഭാവാദിനും ലഗ്നത്തിലും. കേന്ദ്ര ത്രികോണാധിപന്മാരല്ല, ഒന്ന് കേന്ദ്രവുമാണ് ത്രികോണമാണ്. ലക്ഷ്യം കേന്ദ്രവും ത്രികോണമായിരുന്നു. ഇവരൊപ്പം 1-ാം ഭാവാദിലും 4-ാം ഭാവാദിലും ലഗ്നത്തിലും. ലഗ്നാധിപൻ 5-ാം ഭാവത്തിലും 5-ാം ഭാവാദിലും ലഗ്നത്തിലും. ലഗ്നാധിപൻ 10-ാം ഭാവത്തിലും 10-ാം ഭാവാദിലും ലഗ്നത്തിലും. ലഗ്നാധിപൻ 9-ാം ഭാവത്തിലും 9-ാം ഭാവാദിലും ലഗ്നത്തിലും. ലഗ്നാധിപൻ 11-ാം ഭാവത്തിലും 11-ാം ഭാവാദിലും ലഗ്നത്തിലും. 2-ാം ഭാവാദിലും 4-ാം ഭാവത്തിലും 4-ാം ഭാവാദിലും 2-ാം ഭാവത്തിലും. 2-ാം ഭാവാദിലും 5-ാം ഭാവത്തിലും 5-ാം ഭാവാദിലും 2-ാം ഭാവത്തിലും. 2-ാം ഭാവാദിലും 7-ാം ഭാവത്തിലും 7-ാം ഭാവാദിലും 2-ാം ഭാവത്തിലും. 2-ാം ഭാവാദിലും 9-ാം ഭാവത്തിലും 9-ാം ഭാവാദിലും 2-ാം ഭാവത്തിലും. ഈ 2-ാം ഭാവാദിലും 7-ാം ഭാവാദിലും 2-ാം ആകെ പ്രശാസ്ത്രമാണ്. ധനപരമായിട്ട് ഉപയോഗിക്കുന്നത് 2-6 13 ഭാവാദികളുമായി 17 ഒക്കെ നിന്ന് കഴിഞ്ഞു. വിവാഹശേഷം ധനപരമായിട്ടുള്ള വിവക്ഷങ്ങൾ, ഭൗതികപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ വൈകാരിക കുറ്റമായി വായിക്കും. അതുകൊണ്ട് തന്നെ അത് ഇത് പറയുന്നു മഹായോഗം പറയുന്നത് ശ്രദ്ധിച്ചതാണ് കേട്ടോ. ഇപ്പൊ 2-ാം ഭാവാദിലും 5-ാം ഭാവത്തിലും 5-ാം ഭാവാദിലും 2-ാം ഭാവത്തിലും 2-ാം ഭാവാദിലും 7-ാം ഭാവത്തിലും 7-ാം ഭാവാദിലും 2-ാം ഭാവത്തിലും. 2-ാം ഭാവാദിലും 9-ാം ഭാവത്തിലും 9-ാം ഭാവാദിലും 2-ാം ഭാവത്തിലും. ഓക്കെ. 2-ാം ഭാവാദിലും 10-ാം ഭാവത്തിലും 10-ാം ഭാവാദിലും 2-ാം ഭാവത്തിലും. എഴുതി വെച്ചാൽ നിങ്ങൾക്ക് അതിന്റെ ഗുണദോഷങ്ങളിലേക്ക് പെട്ടെന്ന് മനസ്സിലാക്കണം. 2-ാം ഭാവാദിലും 11-ാം ഭാവത്തിലും 11-ാം ഭാവാദിലും 2-ാം ഭാവത്തിലും. അതിൽ 52-ാം ഭാവാദിലും 11-ാം ഭാവാദിലും 2-ലും ഉറപ്പാണ്. ധനം ഉണ്ടാവും, വില ഉണ്ടെങ്കിൽ. 4-ാം ഭാവാദിലും 5-ാം ഭാവത്തിലും 5-ാം ഭാവാദിലും 4-ാം ഭാവം. 4-ാം ഭാവാദിലും 7-ാം ഭാവത്തിലും 7-ാം ഭാവാദിലും 4-ാം ഭാവം. 4-ാം ഭാവാദിലും 9-ാം ഭാവത്തിലും 9-ാം ഭാവാദിലും 4-ാം ഭാവം. നമുക്ക്
അസ്ട്രോളജി മാസ്റ്റർ ക്ലാസിന്റെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന സബ്ജക്ട് എന്ന് പറയുന്നത് പഞ്ചമഹാപുരുഷ യോഗത്തെ പറ്റിയാണ്. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് എന്താണ് പഞ്ചമഹാപുരുഷ യോഗം, അല്ലെങ്കിൽ അതിന്റെ ഫലമാണെന്ന് പറയുന്നതൊക്കെ കമന്റായിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇന്ന് ഈ രണ്ടാം ഭാവത്തിന്റെ വിഷയങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് പഞ്ചമഹാപുരുഷ യോഗങ്ങളെ കുറിച്ച് പഠിക്കാം. വളരെ ശ്രദ്ധയോടെ മനസ്സിലാക്കേണ്ട ഒരു യോഗമാണ് പഞ്ചമഹാപുരുഷ യോഗങ്ങൾ. അത് നമുക്ക് ശ്രദ്ധിക്കാം. എന്തൊക്കെയാണ് പഞ്ചമഹാപുരുഷ യോഗങ്ങൾ എന്നുള്ളത്? പഞ്ചതാരാഗ്രഹങ്ങളായിരിക്കും ബുധൻ, ചൊവ്വ, ശുക്രൻ, വ്യാഴം, ഗുരു, അതേപോലെ തന്നെ ശനി, ബുധൻ, ഈ 5 ഗ്രഹങ്ങൾ തരുന്ന ഗുണഫലങ്ങൾ, ലൈഫ് തരുന്ന ഭൗതികപരമായിട്ട് തരുന്ന അനുഗ്രഹങ്ങൾ, അയാളുടെ സുഹൃതങ്ങളെ പൂർവ്വത്തിൽ ചെയ്തിട്ടുള്ള സദ്ഗുണങ്ങളെ ഈ ജന്മം അതെങ്ങനെയൊക്കെ സുഹൃതങ്ങളായിട്ട് വരാം എന്നുള്ളത് ശ്രദ്ധിക്കുന്നതാണ് ഈ 5 താരാഗ്രഹങ്ങൾ തരുന്ന ഓരോ യോഗങ്ങൾ. അതിൽ ബുധൻ തരുന്ന യോഗമാണ് വിജയയോഗം, രണ്ടാമത്തേത് ബുധൻ തരുന്ന ഭദ്രായോഗവും, വ്യാഴം തരുന്ന ഹംസയോഗവും, ശുക്രൻ തരുന്ന മാളവ്യയോഗവും, ശനി തരുന്ന സമായോഗവും. ഇങ്ങനെ 5 യോഗങ്ങളാണ് പഞ്ചമഹാപുരുഷ യോഗങ്ങൾ എന്ന് പറയുന്നത്. ഞാൻ ശ്ലോകങ്ങൾ പറയുന്നു. ശ്ലോകം വേണ്ടവർക്ക് ജാതകം എന്ന് പറയുന്ന ഗ്രന്ഥം മലയാളത്തിലും കിട്ടും, ഇംഗ്ലീഷിലും കിട്ടും. മിക്ക ഭാഷകളിലും ഭാഷകളിലും അത് പബ്ലിഷ് ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ നമുക്ക് മലയാളത്തിൽ, ഇംഗ്ലീഷ് അറിയാവുന്ന ഭാഷയിൽ സെർച്ച് ചെയ്തിട്ടുണ്ട്. മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിൽ രാജയോഗം പറയുന്ന ഭാഗത്ത് 59ാമത്തെ ശ്ലോകം മുതൽ 64ാമത്തെ ശ്ലോകം വരെയുള്ള ഭാഗങ്ങളിൽ പഞ്ചമഹാപുരുഷ യോഗങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ശ്ലോകങ്ങൾ അതിന്റെ റൈറ്റായിട്ടുള്ള വേർഷൻ തന്നെ ഇത് നമ്മുടെ അനുഭവങ്ങളോട് ചേർത്തിട്ടാണ് നമ്മൾ പറയുന്നത്. അത് അസ്ട്രോളജി മാസ്റ്റർ ക്ലാസിന്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. പഞ്ചമഹാപുരുഷ യോഗം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ പഞ്ചതാരാഗ്രഹങ്ങൾ, അതായത് ബുധനും ഗുരുവും ശുക്രനും ശനിയും ബുധനുമായിട്ടുള്ള 5 ഗ്രഹങ്ങൾ, സ്വക്ഷേത്രം, എക്സോട്ടൽ സൈൻ, മൂലക്ഷേത്രം, അതുപോലെ തന്നെ ഹോം സൈൻ, സ്വന്തം രാശി, സ്വക്ഷേത്രത്തിലുമായിട്ട് ലഗ്ന കേന്ദ്രത്തിൽ വരികയാണെങ്കിൽ അത് പഞ്ചമഹാപുരുഷ യോഗമായി. ചില ആചാര്യന്മാര് അതിനൊക്കെ പഴയ ഗ്രന്ഥങ്ങൾ പുതിയത്, ചില ആൾക്കാര് പഞ്ചമഹാപുരുഷ യോഗത്തെ കുറിച്ച് മാത്രമുള്ള ചില വർക്കുകളുണ്ട്. ഇംഗ്ലീഷിലൊക്കെ ഇന്ത്യൻ അസ്ട്രോളജിസ്റ്റ് ആർട്ടിക്കിൾസ് ഉണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ചന്ദ്രകേന്ദ്രത്തിലും വന്നാൽ പഞ്ചമഹാപുരുഷ യോഗം ആവുന്നതാണ്. പണ്ട് കാലങ്ങളിൽ ചന്ദ്രനെ ബേസ് ചെയ്തായിരുന്നു കൂടുതലും നോക്കിയിരുന്നു. പിന്നീടാണ് ലഗ്നത്തെ ബേസ് ചെയ്ത് നോക്കുന്നത് നോക്കിയുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങൾ. മുമ്പ് തന്നെയാണ് എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് പറയുന്നത് കൂടുതലും ഞാൻ കണ്ടിട്ടുള്ളത് ലഗ്നത്തിന്റെ കേന്ദ്രത്തിലോ മൂലത്രികോണത്തിലോ അല്ലെങ്കിൽ ലഗ്ന കേന്ദ്രമായിട്ട് വരികയും അതായത് ലഗ്നാൽ കേന്ദ്രഭാവം 4, 7, 10 അല്ല ലഗ്നം തന്നെ ലഗ്നാൽ കേന്ദ്രഭാവമായി വരികയും 1, 4, 7, 10 രാശികളിലും അതാണ് ഗ്രഹത്തിന്റെ സ്വക്ഷേത്രമോ മൂലക്ഷേത്രമോ അല്ലെങ്കിൽ ഉച്ചക്ഷേത്രമോ ആവുകയും ചെയ്താൽ പഞ്ചമഹാപുരുഷ യോഗമായി. അപ്പോൾ യോഗം എന്താണെന്ന് വെച്ചാൽ ഇനി നമുക്ക് ഫലത്തിലേക്ക് വരാം.